നമസ്കാരം. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് മോദിയുടെ ഈ വെല്ലുവിളിയിൽ സത്യത്തിൽ പാകിസ്ഥാൻ വിറച്ചുപോയി. ഭാരതത്തിന്റെ സിന്ദൂര പ്രഹരത്തിൽ വിറച്ചു നിൽക്കുന്ന പാകിസ്ഥാനെ നമുക്കറിയാം. കാരണം ഓപ്പറേഷൻ സിന്ദൂർ, അതിർത്തിയിലെ ഡ്രോൺ വേട്ടയ്ക്ക് സന്നാഹമൊരുക്കുവാൻ വിയർത്തു നിൽക്കുന്ന പാക് സൈന്യത്തെയും നമ്മൾ കണ്ടതാണ്. ഭാരതത്തിന്റെ കരുത്തിന് മുന്നിൽ പാകിസ്ഥാന് വിറയ്ക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിർത്തിയിൽ ഇന്ത്യൻ സേന നടത്തുന്ന ഓപ്പറേഷൻ സിന്ദൂർ 2.0, ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം, അത് സൃഷ്ടിച്ച പരിഭ്രാന്തിയിലാണ് നിയന്ത്രണ രേഖയിലുടനീളം വൻതോതിലുള്ള പ്രതിരോധ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് പാക് സൈന്യം മുന്നോട്ട് പോകുന്നത്, വിറങ്ങലിച്ചു നിൽക്കുന്നത്. ഇന്ത്യൻ ഡ്രോണുകളെയും വ്യോമാക്രമണങ്ങളെയും ഭയന്ന് പാക് അധീന കാശ്മീരിലെ മുൻ നിരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രതയാണ് പാകിസ്ഥാൻ പുലർത്തുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണാത്മക നിലപാടുകൾ പാകിസ്ഥാനെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യൻ സൈന്യം നടത്തിയ തകർപ്പൻ നീക്കങ്ങളിൽ പ്രകോപിതരായിട്ടുള്ള പാകിസ്ഥാൻ റാവൽകോട്ട്, കോട്ട്ലി, ഭീംബർ സെക്ടറുകളിൽ തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ വിന്യസിക്കുകയാണ്. 12ാമത് ഇൻഫൻട്രി ഡിവിഷനും കോട്ട്ലി ഭീംബർ മേഖലയിലെ 23ാമത് ഡിവിഷനുമാണ് ഈ വിന്യാസങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ്. 30-ലധികം പ്രത്യേക ഡ്രോൺ വിരുദ്ധ യൂണിറ്റുകളെയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ കാവൽ നിർത്തിയിരിക്കുന്നത്. എന്തൊരു ഗതികേടാണ് ഒരു രാജ്യത്തിന്റെ. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളിൽ 2ാം ആസാദ് കാശ്മീർ ബ്രിഗേഡ് മുതൽ 7ാം ആസാദ് കാശ്മീർ ബ്രിഗേഡ് വരെയുള്ള വിവിധ വിഭാഗങ്ങളെയാണ് പാകിസ്ഥാൻ നിയോഗിച്ചിരിക്കുന്നത്. രജൌരി, പൂഞ്ച്, നൌഷേര, സുന്ദർബാനി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ നീക്കങ്ങളെ പ്രതിരോധിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ത്യൻ മണ്ണിൽ ഭീകരത വിതയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിർത്തി കടന്നെത്തി പ്രഹരം നൽകുന്ന ഇന്ത്യയുടെ പുതിയ ആക്രമണാത്മക പ്രതിരോധ രീതി പാക് സൈനിക കേന്ദ്രങ്ങളെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ സ്വീകരിക്കുന്ന അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത നയം, കരനാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തുന്ന വൻകിട യുദ്ധാഭ്യാസങ്ങൾ, ഇവയൊക്കെ പാകിസ്ഥാനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളിലെ വിടവുകൾ നികത്തുവാൻ ചൈനയോടും തുർക്കിയോടും ഒക്കെ പാകിസ്ഥാൻ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാന് ചൈന കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ, 4ാം തലമുറ ഫൈറ്റർ ജെറ്റുകൾ കൈമാറാൻ ഒരുങ്ങുകയാണ്. 16 F-10C ഫൈറ്റർ ജെറ്റുകൾ കൈമാറാൻ പോകുന്നു. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള കരാറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കൈമാറ്റം നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ 20 ജെറ്റുകൾ ചൈന പാകിസ്ഥാന് നൽകി കഴിഞ്ഞിരിക്കുന്നു. 2021 ചൈനയിൽ നിന്ന് 25 F-10C ജെറ്റുകൾ വാങ്ങാൻ പാകിസ്ഥാൻ തീരുമാനിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യക്കെതിരെ ഈ പറയുന്ന JF-10C ജെറ്റുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. മാരക ആക്രമണശേഷിയുള്ള കൈഹോങ്, ബെങ്ലൂങ്, UAV 4 ഫ്രിഗേറ്റുകൾ എന്നിവ കൂടി ചൈന പാകിസ്ഥാന് നൽകുകയും ചെയ്തു. കൂടാതെ 8 യുവാൻ അന്തർവാഹിനികളും പാകിസ്ഥാന് ചൈന നൽകുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തേത് അടുത്ത വർഷം പാകിസ്ഥാന് നൽകാൻ പോകുന്നു. 8 അന്തർവാഹിനികളിൽ 4 എണ്ണം ചൈനയിലും 4 എണ്ണം പാകിസ്ഥാനിലുമായിട്ട് നിർമ്മിക്കാൻ പോകുന്നു. അന്തർവാഹിനികളിൽ നിന്ന് പറന്നുയരുവാനും അവയിൽ തന്നെ പറന്നിറങ്ങാനും കഴിവുള്ള അത്യാധുനിക ഡ്രോണുകളും ചൈന വികസിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതും പാകിസ്ഥാന് നൽകാൻ തയ്യാറെടുക്കുകയാണ്. നമുക്കറിയാമല്ലോ, ചൈനയുടെ ഒരു നോട്ടം എപ്പോഴും ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. ഇന്ത്യയെ ഏത് വിധത്തിൽ തകർക്കാൻ കഴിയുമോ ആ വിധത്തിലൊക്കെ തകർക്കാൻ കഴിയുന്ന രാജ്യങ്ങളുമായിട്ട് കൂട്ടുപിടിക്കുവാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏഷ്യയിലും ആഫ്രിക്കയിലും എമ്പാടും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ചൈനയ്ക്ക് വലിയ പദ്ധതികളാണ്. വിമാനങ്ങളൊക്കെ നൽകുന്നതിന് പുറമെ ചൈന പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സൈനിക താവളങ്ങൾ നിർമ്മിക്കുവാനും ചൈന പദ്ധതിയിടുകയാണ്. അപ്പോൾ ഈ 2 രാജ്യങ്ങൾക്ക് പുറമെ അങ്കോള, ബർമ, ക്യൂബ, ശ്രീലങ്ക, തായ്ലാന്റ്, UAE, താജിക്കിസ്ഥാൻ, നമീബിയ, കെനിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലും സൈനിക താവളങ്ങൾ ഒരുക്കുവാനുള്ള പദ്ധതിയുമായിട്ട് ചൈന മുന്നോട്ട് പോകും. മലാക്ക കടലെടുക്ക്, ഹോർമുസ് കടലെടുക്ക്, ആഫ്രിക്കയിലെയും പശ്ചിമേഷ്യയിലെയും പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ സമുദ്രപാതകളിലും ചൈനയ്ക്ക് നോട്ടമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചൈന ഏത് വിധേനയും ഇന്ത്യക്ക് പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുവാനുള്ള ഒരു രീതി പിന്തുടരുന്നു. പാകിസ്ഥാന്റെ പ്രതിരോധത്തെ അല്ലെങ്കിൽ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില നേട്ടങ്ങൾ പാകിസ്ഥാൻ കൈവരിക്കുവാൻ കഴിയുന്നത്. പാകിസ്ഥാൻ ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് ഇന്ത്യയെ ഭയന്നുകൊണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വന്തം മണ്ണിൽ ഭീകരവാദികളെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാൻ
ഭാരതത്തിന്റെ ഓരോ നീക്കത്തെയും പേടിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അതിർത്തി കടന്നുള്ള ഇന്ത്യൻ ഡ്രോണുകൾ തങ്ങളുടെ താവളങ്ങൾ തകർക്കുമോ എന്ന ഭയമാണ് പാക് സൈനിക കേന്ദ്രങ്ങളെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭാരതത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം ലോകത്തിന് നൽകുന്നത് തന്നെ. അതായത് ഇന്ത്യൻ അതിർത്തികളിലേക്ക് കടന്നു കയറുവാൻ ആര് ശ്രമിച്ചാലും അത് പാകിസ്ഥാനാണെന്നോ ഇനി അമേരിക്കക്കാരനാണെന്നോ ഇന്ത്യക്ക് ഒരു വിഷയമല്ല. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയെ തകർക്കുവാനുള്ള ശ്രമങ്ങളുമായിട്ട് ഏത് രാജ്യം അതിർത്തി കടക്കാൻ ശ്രമിച്ചാലും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നുള്ള മോദിയുടെ മുദ്രാവാക്യം അത് ഫലപ്രാപ്തിയിലെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇത്തരത്തിൽ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. തയ്യാറില്ല. കാരണം ഭാരതത്തിന്റെ ഈ ഓപ്പറേഷൻ സിന്ദൂർ പ്രഹരമുണ്ടല്ലോ, അത് ഏൽപ്പിച്ച ആ ഒരു വല്ലാത്ത വിറയുണ്ട്. അതിൽ വിറച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നാക്കം പോകുവാനുള്ള സാധ്യതകൾ മാത്രമേ പാകിസ്ഥാനുള്ളൂ. പാകിസ്ഥാൻ ഇങ്ങനെ ആയുധമൊക്കെ വാങ്ങി ശേഖരിക്കും, എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ അവസരം കിട്ടുമ്പോൾ ചതിയിലൂടെ ഇന്ത്യയെ കീഴ്പ്പെടുത്താമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഇതൊന്നും നടക്കില്ല. ഈ മോഹങ്ങളെല്ലാം വെറും വ്യാമോഹങ്ങളാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ത്യയുടെ നിലപാടുകൾ, നടപടികൾ.